എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ആദ്യം ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമുക്ക് 119 കുടുംബാംഗങ്ങളായി. എല്ലാവരുടെ നന്ദി അറിയിക്കുന്നു. ഇനി നമ്മുടെ കുടുംബത്തിലോട്ട് എല്ലാവരും കടന്നു വരണം കേട്ടോ. നമ്മളിത് ഇന്ന് ഈ പച്ചപ്പിൻ്റെ അടിയിൽ നിൽക്കുമ്പോൾ അറിയാം നമ്മുടെ ഇന്ന് വീഡിയോ കൃഷി തന്നെയാണ് കേട്ടോ. അപ്പം ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നുകൊണ്ട് പറ്റുന്ന പരിമിതി നിന്നുകൊണ്ട് നല്ല ഹെൽത്തി ഫുഡ് കഴിക്കാനായിട്ട് സ്വയം ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്യുക കേട്ടോ. കുഞ്ഞു കുഞ്ഞു കൃഷികൾ ചെയ്താൽ മതി. എല്ലാവരും കൂടി കൂടുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക സന്തോഷമുണ്ടല്ലോ. മനസ്സിനൊരു സന്തോഷമുണ്ട്, ഒരു കൂട്ടായ്മ വർദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആഹാരം നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ ജോഷു? നമ്മുടെ താരം ഇവിടെ ഉണ്ട് കേട്ടോ. താരത്തിന് ഓരോരോ പരിപാടിയാണേ. വാടാമുല്ലിനെ രാവിലെ തന്നെ വാടാമുല്ലിനെ പിടിച്ച് അറക്കുക. അങ്ങോട്ട് നോക്കി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞേ. നേരെ നോക്കി ക്യാമറയിലോട്ട് നോക്കി പറഞ്ഞേ. എല്ലാവർക്കും സുഖാണോന്ന് ചോദിച്ചേ. സുഖാണോന്ന് ചോദിക്കേ. സുഖം. ജോഷു രാവിലെ പള്ളിയിലൊക്കെ പോയിന്ന് പറഞ്ഞേ. എല്ലാരും 2025 പ്രാർത്ഥിച്ചോന്നൊക്കെ ചോദിച്ചേ. എല്ലാവർക്കും ആശംസകൾ കൊടുത്തേ. ആശംസകൾ ചേക്കാണ്ട്. നമ്മൾ എന്നാ ജോഷു പറയാൻ വേണ്ടി പോകുന്നേ? എല്ലാവരോടും നോക്കി പറഞ്ഞേ. കൃഷി എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞു. നമ്മൾ എന്താ കൃഷിക്കകത്ത് എടുക്കാൻ വേണ്ടി പോകുന്നേ? ഇഞ്ചി. അപ്പോൾ നമ്മൾ കുറച്ച് ഇഞ്ചി ഉള്ളൂ കാണിച്ചു തരാവേ. അത് നമ്മൾ വിളവെടുക്കാൻ വേണ്ടി പോകണം. അതിൻ്റെ തണ്ട് പോയി നിൽക്കുന്നത് ഇപ്പോൾ എടുക്കുന്നുള്ളൂ. പിന്നെ തണ്ടുള്ള അവിടെ നിൽക്കുവാണ്. പിന്നെ അല്ലാതെ നമ്മൾ ഇഞ്ചി കണ്ടത്തിൽ നട്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചുമ്മാ ചാക്കിലൊക്കെ നട്ടേക്കണം. കുറച്ചേ കാണുള്ളൂ. എന്നാലും നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ളതുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. നമുക്കത് കാണാം കേട്ടോ. ജോഷു കുഞ്ഞി തൂമ്പയായിട്ട് കള തുടങ്ങി കേട്ടോ. നമ്മൾ ചാക്കിൽ ഇവിടെ നട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെ ഗ്രോ ബാഗിലുണ്ട്. പിന്നെ നമ്മളിങ്ങനെ ഇവിടെ ഇച്ചിരിയൊക്കെ ഇങ്ങനെ തണ്ട് പോയതുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ 3 ഗ്രോ ബാഗേ നമ്മൾ എടുക്കുന്നുള്ളൂ. കഴിഞ്ഞ ദിവസം ഓർണം എടുത്തു. അതിൻ്റെ ഇതാണ് കേട്ടോ ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ജോഷു അവിടെ മണ്ണൊക്കെ മതി കിടക്കും. കുട്ടി കർഷകനാണേ. നമ്മളാരും വരുമ്പോഴത്തേക്ക് ഓടി വന്ന് ഇങ്ങനെയൊക്കെ ഓരോ കുഞ്ഞു കുഞ്ഞു കാല് ശ്രദ്ധിച്ച് നമ്മൾ കുട്ടികളെ ഇറക്കുമ്പോൾ ശ്രദ്ധിക്കണം. പറഞ്ഞു കൊടുത്താൽ മതി. പിന്നെ നമ്മളൊരു കണ്ണൊക്കെ ഉണ്ടായാൽ മതി. പിന്നെ അവരും ഇതൊക്കെ ഒന്ന് ആസ്വദിക്കുന്ന അല്ലേ, അവർക്കും ഒരു നല്ലതല്ലേ. കണ്ടോ, വലിയ ആൾക്കാരൊക്കെ കളക്കുന്ന പോലെ അല്ലേ. നമ്മൾ നോക്കിക്കേ. അപ്പോൾ ഈ മണ്ണൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആൾക്ക് അങ്ങോട്ട് ഭയങ്കര ആവേശം കയറും. വലിയ കുട്ടി കർഷകനാണല്ലേ. പറഞ്ഞേ, കുട്ടി കർഷകനാണോ? ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇങ്ങനെ കൃഷികളുണ്ടാവും, പല പല ഇതുണ്ടാവും കേട്ടോ. നമ്മൾ വിഷയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതൊക്കെ കാണുന്നൊരു സന്തോഷമല്ലേ. ഇപ്പം ഒത്തിരി സ്ഥലമില്ലാന്നൊന്നും ഓർത്ത് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ അല്ലേ, ചുമ്മാ ഇപ്പോൾ നമ്മുടെ ഗ്രോ ബാഗൊക്കെ അത് പൊട്ടി പോകാറായി കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ഇഞ്ചി അങ്ങ് എടുത്തേക്കാന്ന് ഓർത്തുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ കൃഷിയൊക്കെ നിൽക്കുന്നത് ഇങ്ങനെ പല പല സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് കുറേശ്ശെ ആയിട്ടാണ് നമ്മൾ നട്ടുപിടിപ്പിക്കുന്നത്. അപ്പോൾ ആരും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളൊന്ന് ഒരു ഇറച്ചി അല്ലെങ്കിൽ ഇച്ചിരി മീനൊക്കെ മേടിച്ചുകൊണ്ട് വരുമ്പോൾ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇഞ്ചി ഇല്ലേ നമുക്ക് കിട്ടുക എന്ന് പറയാൻ നല്ല കാര്യമല്ലേ, കടയിൽ പോയി മേടിക്കുന്നേക്കാളും. ഇങ്ങനെ നല്ല ചാക്കൊക്കെ എടുത്തിട്ട് ഇച്ചിരി മണ്ണൊക്കെ നിറച്ച് വെച്ച്, നമുക്ക് സ്ഥലമൊന്നും ഇല്ലെങ്കിലും നമ്മുടെ മതിലിൻ്റെ അടുത്തോ അങ്ങനെ നമുക്ക് ഉള്ള പരിമിതിയിൽ വെച്ചുകൊണ്ട്, ചാക്കിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഒത്തിരി ഇടം വേണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് കണ്ടോ നല്ല രസമല്ലേ. പിന്നെ അതൊന്നും തന്നെയല്ല, നമുക്ക് കാണാനും എന്നാ രസമാണ് നോക്കിക്കുക. ഇങ്ങനെയൊക്കെ ഇങ്ങനെ തൊട്ടൊക്കെ ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് കൂടെയൊക്കെ ഒന്ന് നടക്കുന്നതും അല്ലെ, ചുമ്മാ നോക്കാനൊക്കെ എന്ത് രസം അങ്ങനെ കണ്ടിങ്ങനെ അല്ലേ. നല്ല പച്ചപ്പോട് കൂടി ഇങ്ങനെ നിൽക്കുന്ന കാണാനൊക്കെ പ്രത്യേക ഒരു ഇതല്ലേ. രാവിലെയൊക്കെ എഴുന്നേറ്റ് ഇതിൻ്റെ അടുത്തോടെയൊക്കെ വരികയും അല്ലെങ്കിൽ വൈകുന്നേരം വെയിലൊക്കെ അറിയട്ടെ. വെയിലത്ത് വരുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല, എന്നാലും നമുക്ക് അല്ലേ ഒരു ഭംഗിയാണ് രാവിലത്തെ ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത്. അതുപോലെ വൈകുന്നേരമൊക്കെ ഇങ്ങനെ അതിന് ചുവട്ടിൽ വരുന്നതും ഇതിന് തൊട്ട് നോക്കുന്നതും നമ്മൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും പുഴുവൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പിടിച്ച് കളയുന്നതൊക്കെ നമുക്ക് ഒരു ഇതാണ്. നമ്മൾ ഇങ്ങനെ അതിൻ്റെ പുറകെയൊക്കെ നടക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു മൈൻഡ് നമുക്ക് കിട്ടും, ഒരു പോസിറ്റീവ് മൈൻഡ്. ഇപ്പോൾ നമുക്കിവിടെ ക്യാബേജ് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. ക്യാബേജ് ഈ തവണത്തെ അത്ര ശരിയായില്ല. അപ്പം അത് നമ്മൾ ഈ തവണത്തെ നമ്മുടെ ഇച്ചിരി ഒരു എന്താ പറയുക, നമ്മൾ അതിൻ്റെ ഒരു സമയം ഒരു സീസൺ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളിതിനെ മേടിച്ചുകൊണ്ട് വന്നത് കുഞ്ഞി തൈകളെ. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ടേ. എന്നാലും നമ്മളതിനെ നോക്കിയെടുത്ത് വരുന്നുണ്ട്. ഇതായി കഴിഞ്ഞ ക്യാബേജൊക്കെ കൂടി വരുന്ന വീഡിയോ കാണിച്ചു തരാം കേട്ടോ.
നമ്മളിതിനിടയ്ക്ക് നമ്മുടെ വഴുതനങ്ങയൊക്കെ അതേ പൂവിട്ട് അതിനൊരു കുഞ്ഞി അല്ല നല്ലത് കണ്ട് നല്ല നീട്ടമുള്ള വഴുതനങ്ങയൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് വഴുതന കൃഷിയൊക്കെ നല്ല വിപുലീകരിച്ച് വരുന്നുണ്ട്. വേനൽക്കാലം വരുവാണല്ലോ, അപ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഒരു ഇച്ചിരി വെള്ളത്തിൻ്റെ ഒരു ക്ഷാമം ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ പരമാവധി എല്ലാ ഐറ്റംസും തന്നെ നമ്മൾ അത്യാവശ്യം കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് ഇവിടെ പീച്ചിങ്ങയുണ്ട്, കോവയ്ക്കയുണ്ട്, പാവയ്ക്കയുണ്ട്, അങ്ങനെ ചീനി, അതുപോലെ വെണ്ടയ്ക്ക, പയർ, അങ്ങനെ നമുക്ക് അടുക്കളയിലോട്ട് വേണ്ട ഒരുവിധം സാധനങ്ങളെല്ലാം നമ്മൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് വിളവെടുക്കാവേ. പിന്നെ നോക്കിക്കേ, നമ്മൾ ഈ വർത്താനമൊക്കെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് നല്ല രസമല്ലേ ഞാൻ ഈ പച്ചപ്പൊക്കെ കാണിക്കുമ്പോൾ അത് കണ്ടിരിക്കാൻ നിങ്ങൾക്കൊരു രസമൊക്കെ ഉണ്ടാവില്ലേ. നോക്കിക്കേ, ഇത് നമ്മുടെ നാരകമാണ് കേട്ടോ, ചെറുനാരകമാണേ. നോക്കിക്കേ, നല്ല രസമുണ്ടല്ലേ, നിറയെ കായ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ചെറുനാരകമൊക്കെ നമ്മൾ ഇവിടെ ഇങ്ങനെ നട്ട് വളർത്തി കഴിഞ്ഞ് ഇതിൽ നിന്ന് ഒത്തിരി വിളവെടുക്കും നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മൾ കടയിലൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടയിലൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നത് നമുക്ക് ചെറിയ വിലയേ കിട്ടുന്നുള്ളൂ. എന്നാലും പിന്നെ അതുപോലെ തന്നെ നമുക്ക് വീട്ടിലാരെങ്കിലും വന്നൊക്കെ കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഓടി ഇങ്ങോട്ട് വന്നാൽ മതി. പഴുത്തൊക്കെ നിൽക്കുന്ന നാരങ്ങയുണ്ട് കേട്ടോ. എല്ലാ ദിവസവും ഇത് നേരത്തെ ചാടി കിടക്കും. രാവിലെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമ്മളതൊക്കെ പറക്കി എടുത്തുകൊണ്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ച് അത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് നാരങ്ങയൊക്കെ ആരും വരുമ്പോൾ കൊടുക്കാറുമുണ്ട് കേട്ടോ. നാരങ്ങ വെള്ളം ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഗസ്റ്റൊക്കെ വരുമ്പോൾ. നോക്കി, അത് നല്ല ഫ്രഷായിട്ടുള്ള നാരങ്ങ. ഇതൊക്കെ നമ്മൾ ഒരു വളവും ചേർക്കുന്നില്ല, അതായത് രാസവളം ഒന്നും ചേർക്കുന്നില്ല, നമ്മൾ ജൈവവളം മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കിത് എന്നെ ഒരു ഹെൽത്തി ഉള്ളതാണെന്ന് മനസ്സിലാവുന്നുണ്ടോ. നമുക്കത് അതങ്ങനെ ചെയ്ത് പഠിച്ചേക്കുന്നത്. ഞങ്ങളെക്കാളും വലിയ കർഷകരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ അറിയാം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഫ്രഷായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൃഷി ചെയ്യാത്തവരൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും ആൻറ്റിമാരുടെയൊക്കെ വീട്ടിൽ കൂടെയൊക്കെ പോകുമ്പോൾ അവർ ചെയ്യുന്ന കൃഷിയിടങ്ങളിൽ നിന്നൊക്കെ ശേഖരിച്ച് കറി വെച്ചേക്കുന്നൊക്കെ ആർക്കും അറിയാം നമ്മൾ രാസവളവും ജൈവവളവും തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ. നോക്കിക്കേ, ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു നാരങ്ങ ഉണ്ടായി കിടക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ കാണാമല്ലോ. ഇപ്പോൾ ചെറുനാരകം കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ നാരകം ഇങ്ങനെ ഇതായി നിൽക്കുന്നുണ്ട്. ഓരോ കുഞ്ഞു കുഞ്ഞി നാരങ്ങളും ഉണ്ട് കേട്ടോ. നിറയെ പൂക്കുമ്പോൾ ഭയങ്കര പൂവാണ്. പക്ഷേ കുറേ നാരങ്ങ പൂ ഇങ്ങനെ കൊഴിഞ്ഞു പോകും. കുറേ നമുക്ക് പിടിച്ച് കിട്ടും. കുറേ നമ്മൾ ഈയിടെ സെയിൽ നടത്തി കേട്ടോ. അപ്പോൾ അതിന് മിച്ചം നമുക്ക് ഇനിയും അടുത്തത് ഇങ്ങനെ ഉണ്ടായി കിടക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ നമ്മൾ നമ്മുടെ ആവശ്യത്തിന് എടുക്കുന്നു, പിന്നെ അച്ചാറൊക്കെ ഇടുന്നു, വെള്ളം കുടിക്കുന്നു, അങ്ങനെ നന്നായിട്ട് അത് പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. എന്തൊക്കെ രസമല്ലേ. എൻ്റെ കുഞ്ഞിക്കർഷകൻ മടുത്തോ? ജോഷു ഇച്ചിരി നീങ്ങിയെന്നോ കേട്ടോ. ജോഷു, അമ്മ ഇത് താഴത്തേക്ക് ചാടിക്കാൻ പോകും. ഇച്ചിരി നീങ്ങിയേ. ഇടാം. ഈ ബാഗെല്ലാം പോയതാണ്. നിൽക്ക് ബാഗെല്ലാം പോയതാണ്. നമ്മൾ ഒത്തിരി വലിയ വിളയൊന്നും പ്രതീക്ഷിക്കണ്ട. ആവശ്യം വലിയ കുഴപ്പമില്ലാതെ കിട്ടുമെന്ന് നമുക്ക് ദൈവം അല്ലേ. നമ്മൾ 2025 നമുക്ക് ദൈവം തരുന്ന സമ്മാനമല്ലേ ജോഷു. നിൽക്ക് അതൊക്കെ പോകും കേട്ടോ. കേട്ടോ, നോക്കിക്ക്, അടിപൊളി. നോക്കിക്ക്, ക്യാമറ അടുപ്പിച്ചുകൊണ്ട് വന്നുണ്ടോ. നമ്മുടെ ഒരു ഗ്രോ ബാഗ് പൊട്ടിച്ചപ്പോഴത്തേക്കും കിട്ടിയേക്ക്. നോക്കി, താങ്ക് യു എന്ന് പറഞ്ഞേ ദൈവത്തിനോട്. എന്താ നോക്കിക്ക്, ജോഷിന് ഇഷ്ടപ്പെട്ടോ? കാലേ കൊള്ളിക്കരുത് കേട്ടോ, കാലേ കൊള്ളിക്കരുതേ. സൂക്ഷിച്ച് കുഞ്ഞിക്കാലെ അമ്മയുടെ കയ്യിലും ഇതേ കൊള്ളിക്കരുത്. ഇവിടെ സൂക്ഷിച്ച് ഒരു മിനിറ്റ് അടങ്ങിയിരുന്നേ. നമുക്കിത് എടുക്കാം കേട്ടോ. ജോഷു ഇതുണ്ടോ, നമുക്ക് ഇനി എടുത്ത് വെക്കാം. ഞാൻ അടുത്ത ബാഗ് മാറി കേട്ടോ. ഓടി വന്ന് എൻ്റെ കൈ പോവും, കൊച്ചിൻ്റെ കൈ പോവും. അവിടെ ശ്രദ്ധിക്കും. ഇനി കൊണ്ടുവരേ, തൂമ്പ കൊണ്ടുവരേ. ഇങ്ങനെ എടുക്കട്ടെ കേട്ടോ. കൊച്ചിൻ്റെ കാല്, കുഞ്ഞിക്കാല് മുച്ചക്കുവാണോ? ഇതിന് നമുക്ക് അത്ര ഇല്ലല്ലോ ചോദിച്ചു. ആരും കുഴപ്പമില്ലേ. ഇത് ദൈവത്തിനോട് നന്ദി പറഞ്ഞേ. അപ്പം നമ്മളിത് ഇത് എടുത്തു കഴിഞ്ഞപ്പം ഇത് നമ്മൾ കണ്ടോ. നോക്കി, നമ്മുടെ ഇവിടെ ചെറിയ കേടായി കേട്ടോന്നേ. കണ്ടോ, നമ്മുടെ കുറച്ച് ആ ബാഗിനകത്ത് കുറച്ച് ഇഞ്ചുകൾ ഇങ്ങനെ കേടായി പോയിട്ടുണ്ട്. വലിയ കുഴപ്പമില്ല. ഇത് നോക്കിക്കേ, ഇവിടെ ചിലതിൻ്റെയൊക്കെ ഇത് കണ്ടു. ഇവിടെ ചില ഭാഗങ്ങളൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ, കേട് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത് എന്നത്തിനകത്തൊക്കെ ജോഷു ഇടുന്നത്.
ചാക്കിൻ ചാക്കിനകത്തല്ലേ, അത് ചാക്കിനകത്ത് ഇടും. നമ്മളിത് എന്നത്തിനകത്തൊക്കെ ചേർക്കുന്നത് പറഞ്ഞേ? ഇഞ്ചി നമ്മൾ എന്നത്തിനകത്തൊക്കെ ചേർക്കുന്നേ? ഇറച്ചിക്കറിക്കകത്തും മീൻ കറിക്കകത്തും. പിന്നെ നമ്മൾ ഇഞ്ചിക്കറിയും വെക്കൂല്ലേ? ജോഷു വെള്ളം വാട്ടർ ബോട്ടിൽ എവിടെ വെച്ചതാ? അടുത്ത ഗ്രോ ബാഗിൽ നമ്മൾ ഇഞ്ചി ഇട്ട് റെഡി ആയിട്ടുണ്ട്. നോക്കിക്കേ, ഇഞ്ചിക്കറി ഉണ്ടാക്കാം കേട്ടോ. നല്ല സ്വാദിഷ്ടമായ ഇഞ്ചിക്കറി അല്ലേ? നമ്മൾ ഇഞ്ചി എന്ന് പറയുമ്പോഴേ സദ്യയിലൊക്കെ നമ്മുടെ മുമ്പതിൽ നിൽക്കുന്നത് അല്ലേ കറിയാണ് ഇഞ്ചിക്കറി. ഇഞ്ചിക്കറി ഉണ്ടെങ്കിൽ വേറെ കറിയൊന്നും വേണ്ടെന്നാണ് പഴമക്കാരുടെ ചൊല്ല്. നോക്കിക്കേ, ഇന്നത്തെ നമ്മുടെ 3 ഗ്രോ ബാഗ് പൊട്ടിച്ചപ്പോഴും കിട്ടിയേക്കുന്നതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഇവിടെ തണ്ട് പോവാതെ ബാക്കി ഇഞ്ചികൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമുക്ക് ആവശ്യത്തിനുള്ളത് ഇപ്പോൾ കുറച്ച് നാളത്തേക്ക് ആവശ്യത്തിനുള്ളതായി. നമുക്ക് ഇത് എന്നത്തിന് ഏതൊക്കെ കറിക്കകത്താ ജോഷുവിനെ ഇടുന്നേ? മീൻ കറിക്കകത്ത് ഇടും. പിന്നെ എന്നാ കറിക്കകത്ത് ഇടുന്നേ? ഇറച്ചിക്കറി. പിന്നെയോ ഇഞ്ചിക്കറി. അയ്യോ, കപ്പത്തണ്ട് കളയരേ. നമുക്ക് അടുത്ത കപ്പ കൃഷി ചെയ്യാനുള്ളതാണ് കേട്ടോ. കളയരുത് കേട്ടോ. കയ്പില്ലാത്ത കപ്പയുടെ തണ്ടത് കളയരുത് കേട്ടോ. അത് കൊള്ളിക്കരുത്. നമ്മൾ വീണ് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ വാവും ഉണ്ടാവില്ലേ? അതുപോലെ നമ്മളിതിനെ മുറിച്ച് കഴിയുമ്പോൾ ഇതിന് വാവും ഉണ്ടാവും. വേണ്ട. വേണ്ട. അതെന്നാ അത്? കുഞ്ഞി കപ്പ അല്ലേ? ജോഷുവിനെ എപ്പോഴും അതായിട്ട് നമ്മൾ പൂച്ചിരി നടുവാനും അങ്ങനത്തെ ആയിട്ട് ഈ തൂമ്പയായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ജോഷുവിന് ഈ തൂമ്പ എടുത്തുകൊണ്ട് പോകും. അങ്ങനെ പുള്ളി പ്രാക്ടീസായി കണ്ട് വലിയ ആൾക്കാർ കളയ്ക്കുന്ന പോലെ പ്രാക്ടീസൊക്കെ ആയി തുടങ്ങി. ചുമ്മാ തമാശയ്ക്ക് കേട്ടോ. ചുമ്മാ തമാശയ്ക്ക് നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് കൈ പിടിക്കാനിടയ്ക്ക് കൊടുക്കുകയുള്ളൂ. പുള്ളി ചുമ്മാ ഒന്നിങ്ങനെ നോക്കുകയുള്ളൂ കേട്ടോ. പിന്നെ ഇതെല്ലാം കണ്ടും അറിഞ്ഞും കേട്ടൊക്കെ അല്ലേ? കൊച്ചിൻ്റെ രീതി. അയ്യോ, മുഖത്തേക്ക് പോകുന്നേ. ഇങ്ങോട്ട് താത്തി പിടിക്കുക. കൊച്ചിൻ്റെ അതായത് കൊച്ചിൻ്റെ കുഞ്ഞ് സന്തോഷത്തിലോട്ട് അവനും കിടക്കട്ടെ അല്ലേ? മേത്ത് മുട്ടിക്കരുത് കേട്ടോ. നമുക്കെല്ലാവർക്കും ബൈ ബൈ പറഞ്ഞാലോ? ഞാഞ്ഞൂളാനെ കിട്ടിയോ? അങ്ങനെ പൊക്കി കഴിഞ്ഞാൽ കൊച്ചിൻ്റെ തലയിലോട്ട് കൊള്ളും കേട്ടോ. ശ്രദ്ധിച്ചില്ലെങ്കിൽ കേട്ടോ. അപ്പം അമ്മയെ നോക്കിയിരിക്കണം കൊച്ചിന് വാവൊന്നും വരാതെ. അതുകൊണ്ട് അപകടമൊന്നും ഉണ്ടാകാൻ നോക്കുന്നത്. പക്ഷെ എന്നാലും കൊച്ചും കൂടി ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ എല്ലാവരോടും ടാറ്റ പറഞ്ഞേ. എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞേ. ഒന്നുകൂടി പറഞ്ഞേ. ലൈക്കും അടിക്കണം എന്ന് പറഞ്ഞേ. ലൈക്കും അടിക്കണം. പിന്നെ ഞങ്ങളുടെ ഇനിയും വീഡിയോകൾ വരുമെന്ന് പറഞ്ഞേ. ഇനി യാത്രകളൊക്കെ പോകുന്നതും കുഞ്ഞു കൃഷിയുടെ ഇനി ഇടാന്ന് പറഞ്ഞേ. തല ഇങ്ങനെ പൊക്കുമ്പോൾ ഇത് മുട്ടുന്നേ. അതുകൊണ്ട് ഇത് അമ്മ പിടിച്ചേക്കാം കേട്ടോ. ഞങ്ങളും പിടിച്ചേക്കാം, അമ്മയും പിടിച്ചേക്കാം. ഇനി ഇത് കഴിഞ്ഞു. ഇത് നമുക്ക് ഇനി ബാഗ് കൂടിനകത്താക്കി കൊണ്ടുപോവാം. കൂടിനകത്താക്കി കൊണ്ടുപോവാം. കൊണ്ടുപോയി എല്ലാവരും ടാറ്റ കൊടുത്തേ. എല്ലാവരും വരണം എന്ന് പറഞ്ഞേ. എന്നാൽ ശരി കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോ കാണാമേ. ടാറ്റാ.